ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ പാർട്ടിയുടെ പ്രക്ഷോഭ പരിപാടികൾ നടക്കുകയാണ്. ഇതിന്റെ അവസാന ഘട്ടത്തിൽ ചെയർമാന്റെ മോചനത്തോടുകൂടി പ്രക്ഷോഭ പരിപാടികൾ അവസാനിക്കൂ എന്നുള്ള തീരുമാനത്തിൽ ജൂൺ 3-ാം തീയതി മുതൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന പ്രക്ഷോഭ വിളംബര യാത്രയും മറ്റു നിരവധി പ്രക്ഷോഭ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നാട്ടിലുടനീളം നടക്കുകയാണ്. നമുക്കറിയാം, അബ്ദുൽ നാസർ മഅദനിയുടെ ജയിൽവാസം ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം മഅദനിയുടെ ജയിൽവാസം അത് കോയമ്പത്തൂർ ജയിൽവാസമായാലും ബാംഗ്ലൂർ ജയിൽവാസമായാലും ഈ രണ്ടു ഘട്ടങ്ങളിലും രാജ്യം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും നീതി നിഷേധത്തിന്റെയും ഒരു പരമ്പര തന്നെ അബ്ദുൽ നാസർ മഅദനിയുടെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അബ്ദുൽ നാസർ മഅദനി പീഡിപ്പിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ഇത്തരം ഒരു പീഡനം പർവം നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടപ്പെടുമ്പോഴും രാജ്യം ഭരിക്കുന്നവരോ അല്ലെങ്കിൽ ഭരണനിർവഹണം നടത്തുന്നവരോ രാജ്യത്തിന്റെ സംവിധാനങ്ങളോ ഈ മനുഷ്യന് നേരെ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് മുഴുവൻ പൗരന്മാർക്കും രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിയും അവസര സമത്വവും എന്തുകൊണ്ട് ഈ മനുഷ്യന് മാത്രം നിരന്തരം നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് നാം ഈ പരിപാടികൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അബ്ദുൽ നാസർ മഅദനിയോളം മനുഷ്യാവകാശ ലംഘനം നേരിട്ട ഒരു മനുഷ്യൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അബ്ദുൽ നാസർ മഅദനി ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാവുന്നത് എന്ന് ചോദിച്ചാൽ നിരവധി കാരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. രാഷ്ട്രീയവും മതപരവും ആയ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നാം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രധാന വിഷയം എന്തുകൊണ്ട് ഈ മനുഷ്യന് മാത്രം അബ്ദുൽ നാസർ മഅദനി കുറ്റവാളിയോ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മഅദനി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എന്തുകൊണ്ട് ഈ മനുഷ്യന് മാത്രം സാമാന്യ നീതി നിഷേധിക്കപ്പെടുന്നു? ഏതൊരു പൗരനും രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിയും അവസര സമത്വവും എന്തുകൊണ്ട് മഅദനിയുടെ കാര്യത്തിൽ മാത്രം നിരന്തരം ലംഘിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് നാം ഇത്തരം ഒരു ക്യാമ്പയിനിലൂടെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. നമുക്കറിയാം, ഏതൊരു പൗരനും ജയിലിലടക്കപ്പെട്ടാൽ, ഏതൊരു പൗരനും ഭരണഘടനാപരമായി നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നു. നമുക്കറിയാം, മറ്റുള്ള മനുഷ്യരെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ പോലെ സാധാരണക്കാരെ പോലെയുള്ള ഒരു മനുഷ്യനല്ല അബ്ദുൽ നാസർ മഅദനി. അബ്ദുൽ നാസർ മഅദനി പരസഹായം ഇല്ലാതെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത, തന്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും ഒരു പരസഹായം ഇല്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യനെ തികച്ചും ആരോപിക്കപ്പെടുന്ന ഒരു കേസിൽ വ്യക്തമായ നമുക്കറിയാവുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. അബ്ദുൽ നാസർ മഅദനിയുടെ കേസിൽ അബ്ദുൽ നാസർ മഅദനിയെ പ്രതി ചേർക്കപ്പെടുന്നതിന് പ്രധാനമായി ചൂണ്ടിക്കാണിച്ച 3 സാക്ഷിമൊഴികൾ. അതിൽ പ്രധാനപ്പെട്ട മൊഴി എറണാകുളം സ്വദേശിയായ മജീദിന്റെയും അതോടൊപ്പം തന്നെ ജോസ് വർഗീസ് എന്ന് പറയുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ വീട് വാടക കൊടുത്തിരുന്ന വാടകക്കാരന്റെയും അതോടൊപ്പം തന്നെ അബ്ദുൽ നാസർ മഅദനിയുടെ സഹോദരനായ മുഹമ്മദ് ജമാലിന്റെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുൽ നാസർ മഅദനിയെ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി അറസ്റ്റ് ചെയ്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. എന്നാൽ ഈ 3 സാക്ഷിമൊഴികളും തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഈ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചൂണ്ടിക്കാണിച്ച ഈ സാക്ഷികളും അബ്ദുൽ നാസർ സാക്ഷികൾ ഈ വിഷയത്തിൽ ഇത്തരം ഒരു മൊഴികൾ നൽകിയിട്ടില്ലെന്നും വ്യക്തമായും നമുക്ക് ഏവർക്കും പത്രമാധ്യമങ്ങളിൽ കൂടെയും മറ്റും അറിയാൻ കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ചില വസ്തുതകൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം, അബ്ദുൽ നാസർ മഅദനി കുടകിൽ നടന്ന തീവ്രവാദ ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും ആ കുടകിൽ വെച്ചുള്ള ആസൂത്രണത്തിൽ അബ്ദുൽ നാസർ മഅദനിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപം ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു.
അത് തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും ആ കുടകിൽ അബ്ദുൽ നാസർ മദനിയെ കണ്ടു എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച 2 ദൃക്സാക്ഷികളും യോഗാനന്ദയ റഫീഖ് എന്ന് പറയുന്ന 2 സാക്ഷികളും ഈ കേസിൽ തങ്ങൾ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന മനുഷ്യനെയല്ല കണ്ടത് എന്ന് വ്യക്തമായി ഈ കേസുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി അന്വേഷിച്ച പത്രപ്രവർത്തകരെ അറിയുകയും അത് അവരിൽ കൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമായതുമാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അബ്ദുൽ നാസർ മദനിയുടെ കേസിന്റെ നിജസ്ഥിതി അന്വേഷിച്ച പത്രപ്രവർത്തകരെ പോലും കേസിൽ കുടുക്കി വേട്ടയാടുന്ന ഇന്ത്യ രാജ്യം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഏറ്റവും വിചിത്രമായ സംഭവ വികാസങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അനുദിനം നടക്കുന്നത്. നമുക്കറിയാം, അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യാപേക്ഷ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടപ്പോ അന്ന് ജഡ്ജിയായിരുന്ന വ്യക്തി പറഞ്ഞത്, സദാശിവം എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞത്, അദ്ദേഹത്തിന് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് എന്നാണ്. അത്രത്തോളം ജഡ്ജിമാർ പോലും, അല്ലെങ്കിൽ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വിഷയം കൂടി നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ജയിലിനകത്ത് തന്നെ ഒരു കോടതി ഉണ്ടാക്കി ആ കോടതി മുറിയിലാണ് ഈ കേസിന്റെ വിചാരണ നടക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൽ തീർത്തും കേട്ടുകേൾവിയില്ലാത്ത തീർത്തും വിചിത്രമായ നടപടിക്രമങ്ങളാണ് ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഅദനിയുടെയോ PDPയുടെയോ രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഇവിടെ രാഷ്ട്രീയവും അഭിപ്രായ വ്യത്യാസങ്ങളും മഅദനിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ കാരണങ്ങളും മതപരമായ കാരണങ്ങളും ഒക്കെ നമുക്കും പണ്ഡിത സമൂഹത്തിൽ മറ്റുള്ളവർക്കും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്താണോ അബ്ദുൽ നാസർ മദനിയുടെ ശത്രുക്കൾ ലക്ഷ്യം വെച്ചത് എന്നുള്ളത് ഇവിടെ സുവ്യക്തമാണ്. കാരണം മഅദനിയെ അറസ്റ്റ് ചെയ്താൽ മഅദനി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, അവർണ്ണന അധികാരം പീഡിതന് മോചനം. അവർണ്ണന അധികാരം പീഡിതന് മോചനം എന്നുള്ള രാജ്യത്തിന്റെ വിമോചനത്തിന്റെ വിപ്ലവകരമായ മുദ്രാവാക്യത്തിന്റെ വേണ്ടിയുള്ള അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് അബ്ദുൽ നാസർ മദനിയെ കോയമ്പത്തൂർ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ അവർണ്ണന അധികാരം പീഡിതന് മോചനം എന്നുള്ള പ്രഖ്യാപിത മുദ്രാവാക്യത്തിൽ നിന്നും അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുന്നത് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുകയും മഅദനിയുടെ മോചനം എന്നുള്ള അജണ്ടയിലേക്ക് പാർട്ടിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യങ്ങൾ തമസ്കരിക്കപ്പെടുകയും ഈ ഒരു അബ്ദുൽ നാസർ മദനിയുടെ മോചനം എന്നുള്ള ഒരു മിനിമം അജണ്ടയിലേക്ക് പാർട്ടിയുടെ അജണ്ട ചുരുക്കപ്പെടുന്ന ഒരവസ്ഥ. ശത്രുപക്ഷം ലക്ഷ്യമിച്ചത്, ഞാൻ പറഞ്ഞത്, അബ്ദുൽ നാസർ മദനിയുടെ ജയിൽ അറസ്റ്റിന് പിന്നിലുള്ള രാഷ്ട്രീയ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. അബ്ദുൽ നാസർ മദനി സമൂഹത്തിന് മുന്നിൽ എന്താണോ അവതരിപ്പിച്ചത് ആ മുദ്രാവാക്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കാരണം വർഷങ്ങളായി രാജ്യത്തെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ഭരണഘടന വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിയും അവസര സമത്വവും മുഴുവൻ ആളുകൾക്കും ലഭ്യമായിട്ടില്ല എന്നും മുഴുവൻ ജനങ്ങൾക്കും രാജ്യത്തിന്റെ വിഭവങ്ങൾ തുല്യമായി അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും മുഴുവൻ ജനങ്ങൾക്കും രാജ്യത്തിന്മേലുള്ള അവകാശം ഒന്നാണെന്നും അദ്ദേഹം നിരന്തരം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രായോഗികമായ നടപടിക്രമങ്ങൾ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അബ്ദുൽ നാസർ മദനി ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മഅദനിയുടെ രാഷ്ട്രീയം മഅദനി മോചനം എന്നുള്ള മിനിമം അജണ്ടയിലേക്ക് ചുരുങ്ങി പോകുന്ന അവസ്ഥ. മഅദനിയുടെ രാഷ്ട്രീയ ശത്രുക്കൾ ലക്ഷ്യമിട്ടത് ഇത് തന്നെയാണ്. മഅദനിയെ നിരന്തരമായി വേട്ടയാടപ്പെടുന്നതിലൂടെ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള മുദ്രാവാക്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മഅദനിയെ നിരന്തരമായി വേട്ടയാടപ്പെടുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു പരിധിവരെ അവർ ആ കാര്യത്തിൽ വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. പിന്നീട് ഞാൻ പറഞ്ഞ രാഷ്ട്രീയപരമായും മതപരവുമായുള്ള കാരണങ്ങൾ മാറ്റിവെച്ചാൽ മറ്റൊരു കാരണം, എന്തുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനി നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഅദനിക്ക് സംഭവിച്ചത് നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാം. കാരണം നമുക്കറിയാം, ഇവിടെ ഒരു തരം ഭീഷണിയുടെ സ്വരമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം മഅദനിയുടെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മഅദനിയുടെ കേസിന്റെ സാക്ഷിമൊഴികൾ തെറ്റാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ, അതിന്റെ യാഥാർത്ഥ്യ നിജസ്ഥിതി ജനങ്ങളോട് അറിയിച്ച
പത്രപ്രവർത്തകരെ രാജ്യദ്രോഹ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ്, നടപടിക്രമങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. കാരണം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആർക്കും ഇതായിരിക്കും അനുഭവം എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് സമൂഹത്തോടുകൂടി ഭരണകൂടം മദനിയുടെ വിഷയത്തിൽ കാണിക്കുന്നത്. ഈ ഒരു ഭീഷണി അനുവദിച്ചു കൊടുത്താൽ നാളെ മർദ്ദിതന് വേണ്ടിയും പീഡിതന് വേണ്ടിയും അല്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി ആരും ശബ്ദിക്കില്ല എന്നുള്ള ഒരു അവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യത്ത് സംഭവിക്കും അല്ലെങ്കിൽ സംജാതമാകും. ഇവിടെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ പീഡനങ്ങളും ഇനിയും അനുവദിക്കണോ, അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരം ഒരു കൂട്ടായ്മയിലൂടെ പീപ്പിൾസ് കൾച്ചറൽ ഫോറം ലക്ഷ്യവെക്കുന്നതും ജനങ്ങളോട് പറയുന്നതും അല്ലെങ്കിൽ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മഅദനിയുടെ വിഷയത്തിൽ മുഴുവൻ പൗരന്മാർക്കും രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിയും അബ്ദുൽ നാസർ മഅദനിയുടെ കാര്യത്തിൽ സംഭവിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനും ആ നീതിയുടെ ആനുകൂല്യം ലഭ്യമാക്കേണ്ടതുണ്ട്. ഞാനെന്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ പരിപാടി പ്രതീക്ഷിച്ചതിലും അല്പം വൈകി. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാനനായ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുറഹിമാൻ തെരുവത്ത്, അദ്ദേഹത്തിന് പീപ്പിൾസ് കൾച്ചറൽ ഫോറത്തിന്റെ ദുബായ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ബഹുമാനായ അലി ബാക്കവി പെരുമ്പിലാവ്, അതോടൊപ്പം തന്നെ അൻവാറുശ്ശേരിയിലെ മുൻ അധ്യാപകനായ ബഹുമാനായ ഹസൻ അമാനി, അതോടൊപ്പം തന്നെ IMCCയുടെ പ്രതിനിധിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ബഹുമാനായ നസീർ പാനൂർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് ഏറ്റിട്ടുള്ള അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി, അഡ്വക്കേറ്റ് റജി ജോയ്, സിറാജ് ദിനപത്രത്തിന്റെ എഡിറ്റർ ഇൻചാർജ് KM അബ്ബാസ്, എൽവിസ് ടുമാർ, ബഷീർ തിക്കോടി, VM സതീഷ്, NCA നാസർ, ഫൈസൽ ബിൻ അഹമ്മദ് തുടങ്ങി മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും അവരുടെ അസാന്നിധ്യത്തിൽ ഈ പരിപാടിയിലേക്കുള്ള ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും അഭ്യുദയകാംക്ഷികൾക്കും PCFന്റെ ദുബായ് കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി നിയന്ത്രിക്കുവാൻ വേണ്ടി ബഹുമാനായ PCFന്റെ ദുബായ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷായെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.